അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വാൾഡക്കാറായിട്ടാണ്. അത് നല്ല രസമായിരിക്കും. അത് വെച്ച് കഴിഞ്ഞ് നമുക്കതിൻ്റെ അകത്ത് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് ഒരു സ്ട്രോബെറി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയുള്ള കമ്പാർട്ട്മെൻ്റ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ ഒരു ഒരു കാർഡ്ബോർഡ് പെട്ടിയാണ് ഇതിനെല്ലാം വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഇതതിൻ്റെ ടോപ്പിന് വയ്ക്കാനുള്ളതാണ്. അതിന് നിങ്ങൾ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന്. ഇങ്ങനെ മണ്ടയിൽ നമുക്ക് വയ്ക്കാം. എന്നിട്ടാണെങ്കിൽ ഇനി ഞാൻ അതിൻ്റെ കമ്പാർട്ട്മെൻറ്റൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കത് അതിനകത്ത് ഒട്ടിക്കുകയാണ്. അതിൻ്റെ ആ മേലത്തെ ആ പച്ച സാധനം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പം ഇതിന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ രസം നിങ്ങൾക്ക് അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്കത്ര ഇഷ്ടപ്പെടത്തില്ല. അതെല്ലാം അടിപൊളി സാധനം കിട്ടും നിങ്ങൾക്ക്. പക്ഷേ വലിയ വെയിറ്റുള്ള സാധനമൊന്നും നിങ്ങൾക്ക് അതിൻ്റെ മണ്ടയിൽ വെക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഒട്ടിക്കാം. ഇനിയാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് മറ്റേ ഹോട്ട് ഗ്ലൂ ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പിള്ളേരാണെങ്കിൽ ഇച്ചിരി അമ്മയോടോ അച്ഛനോടോ ചെന്ന് ചോദിച്ചിട്ട് അവരെ കൊണ്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പം കൈയെല്ലാം പൊള്ളും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അതിങ്ങനെ അതിൻ്റെ സൈഡ് വേറെ കാർഡ്ബോർഡിൻ്റെ മറ്റേ ഒരു പീസ് ഉണ്ടല്ലോ അകത്തിലത്തെ, അത് വെച്ച് ആ സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുക. എല്ലാ സൈഡും ഒട്ടിച്ചെടുക്കണം, നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കണം. നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ വേറെ ഷെൽഫ് ഐഡിയാസൊക്കെ കിട്ടും. ഇങ്ങനെ കണ്ടോ, സൈഡ് മാത്രം ഒട്ടിച്ചെടുക്കണം. ഞാൻ രണ്ട് സൈഡ് ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് നല്ല രസമാക്കിയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ പക്ഷി സൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇനിയാണെങ്കിൽ നിങ്ങൾ വേറെ സൈഡ് നീട്ടിക്കൊണ്ട് പോയി അത് ഫുൾ ഒട്ടിക്കണം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. ഫെവിക്വിക്കിൻ്റെ ഹോട്ട് ഗ്ലൂ ആണ്. അത് നിങ്ങൾക്ക് ആമസോണിലോ ഏതെങ്കിലും കടയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഈ സാധനം. ഇനി അത് നന്നായിട്ട് സൈഡെല്ലാം നല്ല പിടിച്ച് ഒട്ടിച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ അത് ഒട്ടിക്കുന്ന പകുതി വരെ കാണിക്കുന്നുള്ളൂ, കാരണം അത് ഇച്ചിരി നേരമൊക്കെ എടുക്കുന്ന പരിപാടിയല്ല. ഒട്ടിച്ചൊക്കെ വരുമ്പോൾ നല്ല നേരം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ വേറൊന്നും പറയാത്തത്. നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. നല്ല രസമായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. നമ്മൾ പതിയെ എത്ര സ്ലോ ആയിട്ട് ചെയ്യുന്നോ അത്രയും രസമായിട്ട് കിട്ടും. നമ്മൾ സ്പീഡിൽ ചെയ്താൽ അത്ര സുഖമായിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം നമ്മൾ ധൃതി പിടിച്ചല്ലേ ഏതേ. കണ്ടോ, ഇങ്ങനെ ഈ സൈഡ് വരെ ഒട്ടിച്ച് കണ്ടോ, ഇങ്ങനെ ഒട്ടും. ഇനി ഒരു ലെയറും കൂടെ ഒട്ടിച്ചാൽ എൻ്റെ ആ ഒരു ലൈൻ വയ്ക്കുന്നത് തീരും. കണ്ടോ, ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ആ കാർഡ്ബോർഡിൻ്റെ ഇന്നർ. അതാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ആദ്യം ഒട്ടിച്ചത് അത് തന്നെ. അപ്പം നമ്മളാണെങ്കിൽ അതിന് കറക്റ്റായിട്ടെല്ലാം ഒട്ടിച്ചൊക്കെ വരുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ആവും. കാരണം സെൽഫിന് സൈഡ് വേണ്ടേ, അതുകൊണ്ട് അതും ഞാൻ നല്ല സൂക്ഷിച്ച് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കൈയെല്ലാം പൊള്ളി ഒരു പരുവാവും. അതുകൊണ്ടാണ് ഞാനത് പിള്ളേരോട് യൂസ് ചെയ്തതെന്ന് ഞാൻ പറയുന്നത്. നല്ല വീഡിയോസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. അപ്പം എൻ്റെ വീഡിയോ ഇന്ന് ഇച്ചിരി ലോങ് ആവും തോന്നുന്നു. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം കേട്ടോ. ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സൈഡെല്ലാം ഒട്ടിച്ച് അതിൻ്റെ പക്ഷെ മേലത്തെ ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ ഒട്ടിക്കണ്ട കേട്ടോ. നിങ്ങൾ ടോപ്പിങ് പോലെ ഒട്ടിച്ചില്ലേ, സ്ട്രോബെറി ടോപ്പിങ്, അത് മാത്രം നിങ്ങൾ അതിൻ്റെ മണ്ടേ മാത്രം നിങ്ങൾ കാർഡ്ബോർഡ് വെച്ച് ഒട്ടിക്കേണ്ട. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് കുറച്ച് നേരം എടുക്കും.
ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ചെയ്ത് വരുമ്പോൾ ഇച്ചിരി നേരമൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ കമ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. അതാദ്യം നിങ്ങളുടെ അതിൽ ഫിക്സ് ആണോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിക്കാൻ. ഞാൻ ഇച്ചിരി വെട്ടേണ്ട വന്നു എനിക്ക്, കാരണം അത് കറക്റ്റ് അല്ലായിരുന്നു. നിങ്ങൾ അതിൻ്റെ കറക്റ്റ് അളവ് തന്നെ എടുക്കാൻ നോക്കുക, എന്നാൽ നിങ്ങൾക്ക് വെട്ടേണ്ട ആവശ്യം വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അതിൻ്റെ പകുതിയായിട്ട് വെട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി ഞാൻ രണ്ടിടത്തും വെട്ടുന്നുണ്ട്. ആ ലൂസൊന്നും വരാൻ പാടില്ല, നല്ല കറക്റ്റായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം, എന്നാലേ അത് നിൽക്കത്തുള്ളൂ. പിന്നെ ഹോട്ട് ഗ്ലൂ കത്തും നമ്മൾ ഒട്ടിക്കത്തില്ലേ, അപ്പോൾ അത് കിടന്ന് പുകയും. അപ്പം നിങ്ങളുടെ കണ്ണൊക്കെ ഇച്ചിരി അകത്തി പിടിക്കുക. നിങ്ങളുടെ കൈയും കണ്ണുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഇച്ചിരി അകത്തി പിടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചിലപ്പോൾ പൊള്ളിയെന്ന് വരും. അതുകൊണ്ട് എൻ്റെ കണ്ണിന് പൊള്ളിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് നിങ്ങളുടെ കണ്ണ് പൊള്ളും. അപ്പം അങ്ങനെ വരാതെ ഇരിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് സൂക്ഷിക്കുക. അത് നന്നായി ഒട്ടിച്ചൊക്കെ ഒന്ന് വരുവാണ്. ഞാൻ 2 കമ്പാർട്ട്മെൻറ്റ് ഒട്ടിച്ചു. നിങ്ങൾ ഇച്ചിരി വലുതുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 or 4 കമ്പാർട്ട്മെൻറ്റൊക്കെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഒട്ടിച്ചൊക്കെ വന്ന് കഴിയുമ്പോൾ നല്ല രസമായിട്ട് കിട്ടും. ഇതിൻ്റെ ഏറ്റവും രസം നമ്മൾ പക്ഷികൾ വന്ന് സൗണ്ട് ഉണ്ടാകും. നിങ്ങൾ ഈ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാണ് ഏറ്റവും രസം വരുന്ന. എന്നാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പെയിൻറ്റെല്ലാം അടിച്ച് കഴിയുമ്പോൾ. അപ്പം ഞാൻ മറ്റേ കമ്പാർട്ട്മെൻറ്റ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഞാൻ ശരി പക്ഷികൾ ഇവിടെ ഇച്ചിരി കൂടാതെ, അതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് ഡെയിലി. ഞാനിപ്പോൾ പുറത്ത് നിന്നാ വോയിസ് ഓവർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അത് നിങ്ങൾ കാര്യമൊക്കെ എടുക്കരുത്. അപ്പം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഗ്ലൂ ചെയ്ത് വയ്ക്കുക. നിങ്ങൾ കറക്റ്റ് അളവാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഇച്ചിരി വലുതൊക്കെ ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കമ്പാർട്ട്മെൻ്റ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും, വലിയ രസമൊന്നും കാണത്തില്ല. അത് ഞാൻ തിരിച്ചൊട്ടിച്ചു. അപ്പം രസം ആ പൊട്ടിയ ആ ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ തിരിച്ചൊട്ടിച്ചു. അപ്പം നല്ല രസമായി. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒട്ടിച്ചത് കഴിഞ്ഞ് നിങ്ങൾ പെയിൻ്റ് അടിക്കേണ്ട സമയമാണ്. ഞാൻ കണ്ടോ റെഡ് പെയിൻ്റാണ് അത് മുഴുവൻ അടിച്ചത്. സ്ട്രോബെറിയുടെ ഇന്നർ കമ്പാർട്ട്മെൻ്റെല്ലാം റെഡ് വെച്ചാണ് ഞാൻ അടിച്ചത്. കുറച്ചടിക്കുന്നത് ഞാൻ കാണത്തുള്ളൂ, കാരണം ഇച്ചിരി നേരം എടുക്കും നമ്മൾ ഈ അടിച്ചെല്ലാം വരുമ്പോൾ. ഞാൻ ഓരോരോ കമ്പാർട്ട്മെൻ്റ് അടിക്കുന്നതായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇച്ചിരി പാടാവട്ടെ ഈ പരിപാടിയൊക്കെ അടിച്ചെടുക്കണം. എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്യണം, എന്നാലേ നല്ല ഭംഗിയായിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ രസമായിട്ട് തോന്നത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ആ ഒരു പെയിൻറ്റ് തീർന്നു പോയായിരുന്നു. അത് ഞാൻ രണ്ടാമതൊരു പെയിൻറ്റ് എടുത്തു. കണ്ടോ ഇങ്ങനെ കമ്പാർട്ട്മെൻ്റ് ഇരിക്കുന്നത്. ആ 2 കമ്പാർട്ട്മെൻ്റ് ചെയ്തെടുത്തു. ഇനി മൂന്നാമത് പിന്നെ ആ സൈഡ് അതെല്ലാം ഒന്ന് അടിച്ചെടുക്കണം. എന്നാൽ നല്ല രസമായിരിക്കും. ആ സൈഡെല്ലാം അടിച്ചെടുക്കണം. അതാ പറഞ്ഞത്, ഇച്ചിരി പെയിൻറ്റ് നല്ല ചിലവാകും ഇത് ചെയ്യണമെങ്കിൽ. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം ആയി വരുമ്പോൾ നല്ല രസമായിരിക്കും. നിങ്ങൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനെയായിട്ട്. അത് നിങ്ങൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റുള്ള സംഭവമോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഈ മിനി സംഭവങ്ങളൊക്കെ വയ്ക്കണം. ഇപ്പോൾ സൈഡെല്ലാം ഞാൻ ഒട്ടിച്ചു. ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെയിൻ്റ് ഉണ്ട്. വൈറ്റ് പെയിൻറ്റ് വെച്ച് അതിൻ്റെ സൈഡെല്ലാം അടിച്ചെടുക്കുക. ഞാൻ ക്യാമലിൻ്റെ പെയിൻറ്റ് കിറ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പെയിൻറ്റ് കിറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം അത് നമ്മൾ ഈ സ്ട്രോബെറിയുടെ ഈ സൈഡിൽ ഈ കുരു പോലെ ഒട്ടിക്കാൻ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാൻ കാണിച്ചു തരാം.
അപ്പം നന്നായിട്ട് എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്യുക. പതിയെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് അത് വയ്ക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കത്തില്ല, ഭയങ്കര പണിയായിരിക്കും. ഞാൻ പറഞ്ഞത് അത് ഒട്ടിച്ചൊട്ടിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല പതിയെ സാവധാനത്തോടെ ചെയ്യണം ഇതുപോലത്തെ പരിപാടിയൊക്കെ. നമ്മൾ ഇച്ചിരി പെട്ടെന്ന് ചെയ്യാൻ നോക്കിയാൽ അത് മുഴുവൻ പോകും, അതാണ് ഞാൻ പറഞ്ഞേ. അപ്പം അത് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇത് മുഴുവൻ ചെയ്യാൻ വേണ്ട കളറ് റെഡ്, വൈറ്റ്, ഗ്രീന്, ആ 3 കളർ എന്തായാലും വേണം. ഇപ്പം ഞാൻ വൈറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നല്ല രസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സിൽ ഇതിട്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഉള്ള കാര്യം പറയാം. അടിപൊളി സാധനമാണ്. ഞാൻ ഇതെല്ലാം ചെയ്ത് ആദ്യം എനിക്ക് അത്ര അതിലായിരുന്നു, അത് കഴിഞ്ഞ് എല്ലാം ചെയ്ത് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനെ അടിച്ചെടുക്കുക. കണ്ടോ, ഒരു എന്നാ പറയുന്നത്, ഒരു സ്ട്രോബെറിയുടെ ഈ സൈഡിലായിട്ടുള്ള ബ്ലാക്ക് കുരുവൊക്കെ പോലെയില്ലേ, അത് നല്ല രസമാണ്. ഞാൻ അത് വൈറ്റാക്കിയേ ഉള്ളൂ. വൈറ്റാണ് രസം, ബ്ലാക്ക് വരട്ടി അടിച്ചേക്കല് അത് സുഖം കാണത്തില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളറാണ്. ഗ്രീന് പിന്നെ നമുക്ക് അതോടെ എല്ലാം തീരും. എൻ്റെ കൈ മുഴുവൻ അതായി. അപ്പോൾ നമ്മളിനി ഗ്രീൻ എടുത്ത് ആ ടോപ്പിൽ ആ ഒരു ഇല പോലെ ഇരിക്കുന്നില്ലേ, അത് നമ്മൾ ഗ്രീൻ വെച്ച് അടിച്ചു കൊടുത്താൽ മതി. ബാക്കിയെല്ലാം റെഡ്, വൈറ്റ്, ആ ഒരു ബോഡി മാത്രം റെഡും വൈറ്റ്, അത് മാത്രം അടിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഇത് എല്ലാം അടിച്ച് വരുമ്പോൾ ഇച്ചിരി നേരം എടുക്കും, പിന്നെ ഉണങ്ങണ്ടേ. എൻ്റെ കൈ മുഴുവൻ പെയിൻ്റായി. അത് ശ്രദ്ധിക്കുക. എന്തെങ്കിലും എണ്ണയോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം അടിക്കുക, അതിൽ പോയിക്കോളും. പിന്നെ വൈറ്റ് തുണിയാണെങ്കിൽ ചിലപ്പോൾ തുണി മുഴുവനായാൽ ചിലപ്പോൾ പണി കിട്ടും. ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റേ സോപ്പ് പൊടി, വിനെഗർ, അതിട്ട് നന്നായിട്ടൊന്ന് തൂക്കും. എന്നിട്ട് കുറച്ച് നേരം അത് ഇട്ട് വയ്ക്കും വെള്ളത്തിൽ, അപ്പോൾ അത് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ കൊണ്ടൊന്ന് രസവും എൻ്റെ പിന്നെ ഒന്നാ ക്യൂട്ടാ ഇതാ സാധനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ല എല്ലാവരും. അല്ലെങ്കിൽ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ. എല്ലാവരും ചെയ്യണം കേട്ടോ.